ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ക്ഷമ രണ്ടക്ഷരമുള്ളൂ, പക്ഷേ കേൾക്കാൻ നല്ല സുഖമുള്ളതും പക്ഷേ ക്ഷമിക്കാൻ ഇത്തിരി പാടുള്ള വിഷയമാണ്. ദൈവം കൃപ ചെയ്താൽ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കും. ഗലാത്യർ 5:22 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സമാധാനം, ക്ഷമ, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയും ഇദൃശ്യമായ ഗുണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് ക്ഷമ. മഹാനായ വിശുദ്ധ ഗ്രിഗറി പഠിപ്പിക്കുന്നുണ്ട്, ക്ഷമ എല്ലാ സുഹൃതങ്ങളുടെയും തായ്വേരാണ്. അപ്പോൾ തായ്വേരറ്റുപോയാൽ ഒരു വൃക്ഷം കെട്ടുപോകും, ഉണങ്ങിപ്പോകും, മറിഞ്ഞു പോകും. ഇതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നല്ല സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ക്ഷമ എന്നതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ക്ഷമിക്കുക എന്നത് ദൈവികമാണ്, തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികമാണ്. ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമായ പ്രവൃത്തിയാണ്. ഇനി വീണെടുത്ത് തന്നെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. അവിടെ നിന്ന് എഴുന്നേൽക്കുക, അഴുക്കും പൊടിയെല്ലാം തട്ടിക്കുടഞ്ഞ് കളയുക, അല്ലാതെ അവിടെ കിടന്ന് വീണ്ടും ഉരുളത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടാവായ ദൈവം ഇങ്ങനെ ദൈവദാസൻ തിയോഫിനച്ചൻ, പൊന്നുരുന്നി കപ്പുച്ചൻ ആശ്രമം എൻ്റെ വീടിൻ്റെ അടുത്ത് 1.5 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഇപ്പോൾ ദൈവദാസൻ വിശുദ്ധ പദവിയിലേക്ക് വരുന്ന തിയോഫിനച്ചൻ പറ, തന്നോട് ഉപദ്രവം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ക്ഷമയിലാണ് ബലമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആരുടെ സ്വഭാവം വേണം? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നിൻ്റെ ക്ഷമയും വെച്ചുകൊണ്ടിരുന്നോ എന്ന് പലരും എന്നെ ആക്ഷേപിച്ച, കളിയാക്കിയ പല അവസ്ഥകളും എൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലും അല്ലാത്തത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, പേടിത്തൊണ്ടൻ, ഇവൻ ഭീരുവാണ്, നല്ല പണി കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, ഇങ്ങനത്തെ കാര്യമൊന്നും വിടരുതെന്ന്. പക്ഷേ കാലം തെളിയിച്ച, ഇപ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അത്ഭുതങ്ങൾ നിറഞ്ഞ, ശത്രുവിനെ മിത്രമാക്കി മാറ്റിയ ക്ഷമയിലൂടെ പല അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെ പോലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാനായിട്ട് ക്ഷമ വഴി ഇടയാകും. ഇത് ബൈബിളിലുണ്ടോ? ഉണ്ട്. 1 സാമുവേൽ 24 17 മുതൽ 20 വരെ. സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലാൻ നടന്നു. കാര്യം വേറൊന്നുമല്ല, ദാവീദ് ചെയ്ത സൽപ്രവൃത്തി. ഗോലിയാത്ത് എന്ന സൈന്യം പോലും പരാജയപ്പെട്ട ആ മല്ലനെ, ഫിലിസ്ത്യ മല്ലനെ, ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഫിലിസ്ത്യ മല്ലനെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ പരാജയപ്പെടുത്തി, കീഴ്പ്പെടുത്തി അവർക്ക് സാവൂൾ രാജാവിന് വിജയം നേടിക്കൊടുത്തത് ഇടയ ചെറുക്കനായ ദാവീദാണ്. ദൈവാത്മാവ് മുഖേനയാണ് ഈ വിജയം, ആർക്കും സാധിക്കാതിരുന്ന ഈ വിജയം നേടിയെടുത്തത്. ഇത് കണ്ട് നാട്ടിലെ സ്ത്രീകൾ പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. അപ്പോൾ ദാവീദിനെ ഉയർത്തുന്നത് കണ്ടപ്പോൾ സംഗതി ഈഗോ റേസ് ചെയ്തു. സാവൂൾ ദാവീദിനോട് പ്രതികാരം തോന്നി ദൈവം അയച്ച ഒരു ഭ്രാന്തനെ പോലെ പുലമ്പുകയാണ്. ദൈവം അയച്ച ദുരാത്മാവ് ആരുടെ മേൽ കയറി? സാവൂളിൻ്റെ മേൽ കയറി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഭ്രാന്തന് തുല്യമാക്കി മാറ്റുന്ന, ഭ്രാന്തിയാക്കി മാറ്റുന്ന അവസ്ഥയാണ് വെറുപ്പെന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കൂടുതൽ ദോഷമുണ്ടാക്കും, അവർക്കും അതുകൊണ്ട് ഒന്നും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. എന്നാൽ ക്ഷമ വഴി നമുക്കും മറ്റുള്ളവർക്കും അതൊത്തിരി ഗുണകരമായി തീരും. അപ്പോൾ ഇവിടെ 1 സാമുവേൽ 24 17 മുതൽ 20 വരെ. സാവൂൾ രാജാവ് ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്, ശത്രുവിനെ കൊണ്ട് പറയിക്കണേണ്, ഞാൻ നിനക്ക് ചെയ്ത തിന്മക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടന്ന സാവൂളിനെ ദാവീദിൻ്റെ കയ്യിൽ കർത്താവ് കൊല്ലണമെങ്കിൽ കൊല്ലാം, തീർക്കണമെങ്കിൽ തീർക്കാം, ഇനിയൊരു ശല്യം ഉണ്ടാവില്ല, ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോലും ദാവീദ് പ്രതികാരം ചെയ്തില്ല. തന്നെ കൊല്ലാൻ നടക്കണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊല്ലാമെന്ന് പറയും. ഇത് കേൾക്കുന്നവരാരും റോങ് ആയിട്ട് എടുക്കരുത്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ. എന്നാൽ ദാവീദ് അതൊന്നും ചെയ്തില്ല. ഞാൻ നിനക്ക് ചെയ്ത നന്മക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നുവെന്ന് സാവൂള് ദാവീദിനെക്കുറിച്ച് പറയാം. കർത്താവ് എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എങ്ങനെ
എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നിരിക്കുന്നു. ഇപ്പോൾ ഗൾഫിൽ കൊണ്ടുപോയ ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് പീഡിപ്പിക്കുകയും ചെയ്തതിന് മരിച്ച കൊല്ലക്കാരി പെൺകുട്ടിയുടെ കഥ സംഭവം ഇന്ന് പത്രത്തിലൊക്കെ വായിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ശത്രുവിനോട് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും ആശാസ്യമല്ല. ഞാൻ ആലുവ സബ് ജയിലിൽ 2-3 തവണ ക്ലാസ് എടുക്കുവാൻ വിശേഷ ദിനങ്ങളിൽ മോട്ടിവേഷനും അല്ലാതെയും പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരിൽ ചിലരുമായിട്ട് സംസാരിക്കുവാനുള്ള സമയങ്ങൾ പോലീസ് അനുവദിച്ച് തന്ന് അങ്ങനെ സംസാരിക്കുക, അവരെ ഇത്തിരി കേൾക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ പലരും പറഞ്ഞു, സാറേ ഒറ്റച്ചാട്ടത്തിന് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു ലഹരിയുടെ പുറത്ത് പറ്റിപ്പോയതാണ്, അന്നേരത്തെ സാഹചര്യത്തിന് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഇത് ആ കൊലപാതകത്തിലും അക്രമത്തിലും കലാശിച്ച് ഇപ്പോൾ ആർക്കും ഒന്നും കിട്ടിയില്ല. നല്ല ചുറിയുറുക്കുള്ള ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുകയാണ്, ഇനി മോചനം കാത്ത് അല്ലെങ്കിൽ ശിക്ഷ തീരുന്നതും കാത്ത് കിടക്കുന്ന നല്ല മിടുമിടുക്കന്മാരും നല്ല കരുത്തന്മാരും നല്ല സുന്ദരന്മാരും ഉണ്ട്. പക്ഷേ ഈ പ്രതികാര അഗ്നിയുടെ പുറത്ത് വില്യം വേഡ്സ്വർത്തിൻ്റെ കവിതയുണ്ട്, ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോയ്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ്, ഞങ്ങളുടെ കാലത്തൊക്കെ പ്രീ ഡിഗ്രിയാണ്, ഇപ്പോൾ +1 +2 ആയി. ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോയ്, ഐ ടോൾഡ് ഇറ്റ്, ഫോയ് എന്ന് പറഞ്ഞാൽ എനിമി, ശത്രു. ഐ ടോൾഡ് ഇറ്റ് നോട്ട് മൈ റാറ്റ് ഡിഡ് ഗ്രോ എന്ന് പറഞ്ഞാൽ പറയാതിരുന്ന് വെറുപ്പുള്ളിൽ വെച്ച് അത് എന്നെ വിഴുങ്ങിക്കളഞ്ഞ അവസ്ഥ. ഞാനും നശിക്കും, മറ്റുള്ളവരും നശിക്കും. എറണാകുളത്ത് വടുതലക്കടുത്ത് ഒരു ഭാര്യനെയും ഭർത്താവിനെയും പിന്നെ പെട്രോൾ കൊണ്ടൊന്ന് ഒഴിച്ച് കൊലപ്പെടുത്താൻ പറ്റിയ, അതും ഈ ഇന്നത്തെ പത്രത്തിലുള്ള കാര്യം. 15 വർഷം മുമ്പ് തുടങ്ങിയ വൈരാഗ്യമാണ് പലതവണയായിട്ട് ഏറ്റുമുട്ടി ഇപ്പോൾ അവരുടെ അടുത്തുള്ള മറ്റുള്ളവരുമായിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കുകയും ഇടപെടുകയും വേറെ ആളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ചവിട്ടി മാറ്റുകയും ചെയ്തതിൻ്റെ പ്രതികാരവും പിന്നീട് അങ്ങോട്ട് ഇവരുടെ കോമ്പൗണ്ടിലേക്ക് മലമൂത്രം വിസർജനം വലിച്ചെറിയും, പല ഉപദ്രവങ്ങൾ ചെയ്തു. അങ്ങനെ വർദ്ധിച്ച് ഇപ്പോൾ ആ ഭാര്യനെയും ഭർത്താവിനെയും പള്ളിയിലോ പുറത്ത് പോയിട്ട് വരുമ്പോൾ കാത്തിരുന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച് ഒരാൾ 80% പൊള്ളലേറ്റ് കിടക്കുന്നു, ഭാര്യയും ഭർത്താവും. എന്നിട്ട് അവൻ പോയി ഈ പ്രതികാരി, ഈ വൈരാഗ്യ പോയിട്ട് അയാൾ തൂങ്ങിച്ചത്തു. അയാളുടെ സ്വന്തം സഹോദരനെതിരെ ചെയ്ത ഉപദ്രവത്തിന് ഇടപെട്ട് പിടിച്ചു മാറ്റിയത്, ചവിട്ടി മാറ്റിയതിൻ്റെ അതങ്ങനെ വർദ്ധിച്ച് ഇപ്പോൾ ഇവരെ കൊന്നാലും തീരാത്ത അവസ്ഥ, അവനും കെട്ടിത്തൂങ്ങിച്ചത്തു. അപ്പോൾ വെറുപ്പെന്ന് പറയുമ്പോൾ മാനസിക രോഗിയാക്കി മാറ്റും. എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളെല്ലാം ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. നമ്മുടെ അവസ്ഥയായാലും ഇതൊക്കെ തന്നെയാണ്. സകലവിധ തിന്മകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇനി വ്യഭിചാരത്തിലേക്ക് ബലാത്സംഗത്തിലേക്ക് പോകുന്നതായാലും അശ്ലീല കഥകൾ മെനയുന്നതായാലും ഇല്ലാവചനങ്ങൾ പറഞ്ഞു വരുത്തുന്നതായാലും എന്ത് ചെയ്താലും അടങ്ങാത്ത പക. അപ്പോൾ ദാവീദിനോട് സാവൂൾ ശത്രു പറയുകയാണ്, നിന്നെ കർത്താവ് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. ശത്രുവിനെ കൊണ്ട് നല്ലത് പറയിക്കുകയാണ്. അപ്പോൾ ശത്രുക്കളെ പോലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുവാനായിട്ട് നമ്മുടെ ക്ഷമ വഴി സാധിക്കും. ചിലപ്പോൾ സമയമെടുത്തേക്കാം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ക്ഷമിക്കേണ്ടി വന്നേക്കാം. എന്തോരം ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ ക്ഷമക്ക് കണക്കൊന്നുമില്ല. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിച്ചു. യേശു ആരെയും ശപിച്ചില്ല. കാരണം എന്താ? പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് യേശു സഹനം കുരിശു സ്വീകരിച്ചത്. പിതാവായ ദൈവം അനുവദിച്ചതായിട്ടാണ്, ദൈവിക പദ്ധതിയാണ്. ദൈവിക പദ്ധതിയായിട്ട് സഹനങ്ങളെ, ക്ഷമിക്കാനുള്ള കാര്യങ്ങളെ കാണുന്നവർക്ക് നിരുപാധികം ക്ഷമിക്കാൻ പറ്റും. അല്ലാത്തവർ പറയും, എന്നോട് കളിച്ചവനെ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇവൻ അറിയാൻ പോണേ ഉള്ളൂ, ഇവനെ നശിപ്പിച്ച് കളയും, അവൻ്റെ കുടുംബം അറ്റുപോകും, അല്ലെങ്കിൽ ശാപവാക്കുകൾ പറയും, ആ രീതിയിൽ പെരുമാറും, ഇല്ലാവചനങ്ങൾ പറഞ്ഞു വരുത്തും. പക്ഷേ അതുകൊണ്ട് എന്താ, നമ്മുടെ ഭ്രാന്തും ഉറക്കക്കുറവും വർദ്ധിച്ചു ക്ഷമിക്കാൻ തയ്യാലോ ഇത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കും. കാരണം നമ്മളിൽ തന്നെയാണ്, ദൈവരാജ്യം നമ്മളിൽ തന്നെയാണ്. ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ബലം പ്രയോഗിക്കണം, ക്ഷമിക്കാൻ നമ്മളോട് തന്നെ. ലൂക്ക 16:16 മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ
നമ്മളോട് തന്നെ ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? സങ്കീർത്തനം 23 5ഉം 6ഉം വാക്യങ്ങൾ. ശത്രുവിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വിരുന്നൊരുക്കും, ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വിരുന്നൊരുക്കും. 23-ാം സങ്കീർത്തനം. ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഇതൊക്കെ പ്രാർത്ഥിച്ചത്. നിന്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും. അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്തവര് ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒത്തിരി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും സ്വന്തം ജീവിതത്തിലും അനുഭവിച്ചിട്ടുള്ള ഒരു അനുഭവമാണ്, ഒരു ജീവിത അവസ്ഥയാണ്. ഇങ്ങോട്ട് തരാനുള്ള അല്ലെങ്കിൽ പറ്റിച്ചെടുത്തവരോട് എൻ്റെ അപ്പനൊക്കെ ചെയ്തിട്ടുള്ള വചനത്തിലേക്ക് വന്നപ്പോൾ, മറ്റേത് കത്തിയും വാളും കട്ടാമ്പാരയും ലീഫ് കൊണ്ടുള്ള ആയുധമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടം എൻ്റെ അപ്പൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മദ്യത്തിലൊക്കെ നടന്ന അപ്പൻ്റെ അപ്പനും അങ്ങനത്തെ ഒരു പ്രതികാര ചിന്തയുണ്ട്. പക്ഷേ ദൈവവചനം കിട്ടി നശിച്ചു പോയിക്കൊണ്ടിരുന്നതാണ്. ആളുകൾ പറയും ഇവന് പ്രാന്തായിരുന്നു. പക്ഷേ ജെന്യുവിനായിട്ട് പറയാൻ ആളുടേതായ പല റീസൺസ് ഉണ്ട്. തനിക്കും തൻ്റെ അപ്പൻ്റെ കാലത്ത് നീതി കിട്ടാതിരുന്ന അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥകൾ. പക്ഷേ വചനത്തിലേക്ക് വന്നപ്പോൾ ശത്രുക്കളോട്, തങ്ങൾക്ക് നഷ്ടം വരുത്തിയവരോട്, വേദനിപ്പിച്ചവരോട് അങ്ങോട്ട് പോയി കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു. തലക്ക് ഭ്രാന്താണെന്ന് അവരൊക്കെ പറഞ്ഞു. ഇവന് പ്രാർത്ഥിച്ചു ഭ്രാന്തായെന്ന് പറഞ്ഞ്. ഇനി എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് മാത്രമല്ല, പിന്നീട് ആവശ്യങ്ങളൊന്നും ബഹിഷ്കരിച്ചിട്ടില്ല. സ്നേഹത്തോടെ ചടങ്ങുകളിലും ആവശ്യങ്ങളിലും. മറ്റേത് ആവശ്യം കൂടില്ല, ഈ ആവശ്യം കൂടില്ല, അവിടെ പോകില്ല, ഇവിടെ പോകില്ല. ഒരു പുതിയ മനുഷ്യനായിട്ട്, പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. ഫലമോ ഞങ്ങളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫോളോ ചെയ്യുന്ന നന്മകൾക്കൊരു കാരണം അപ്പനിലൂടെ ശത്രുക്കളോട് ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും ക്ഷമിച്ചപ്പോൾ, ക്ഷമ ചോദിച്ചപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭ്രാന്തായി പോയെന്ന് പറഞ്ഞു. അവസാനം പള്ളിയിൽ വരെ ഞങ്ങളെ വിളിപ്പിച്ചു. അത്രക്ക് വെച്ചടി ദൈവം ഉയർത്തി. ആളുകൾ പോയി സ്വൈര്യം കൊടുക്കുന്നില്ല വികാരി വെച്ച്, ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞ്. മറ്റേത് എന്ത് ചെയ്താലും ഗതി കിട്ടാതെ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നിരുന്നു നമ്മൾ തന്നെ, നമുക്ക് കിട്ടുന്ന വഴികൾ തന്നെ നശിച്ച് അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇന്ന് ഞായറാഴ്ച, ജൂലൈ മാസമാണ്, ഞായറാഴ്ച ജൂലൈ 20-ാം തീയതിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞതാണ്, മകനിപ്പോൾ വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ ഉൾപ്പെടെ 2 മെഡലുകൾ കിട്ടി. നാളെ രാത്രി അവിടെ നിന്ന് തിരിച്ചു പോരും. അതാ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ, തുറന്നു പറയാതിരിക്കാൻ വയ്യ, ഞങ്ങൾ അനുഭവിച്ച കാര്യമാണ്. സ്കൂളിൻ്റെ പേര് സ്ഥലമൊന്നും പറയുന്നില്ല. പല സ്കൂളുകളിലും മാറി പഠിച്ചിട്ടുണ്ട്. വീട് മാറി വന്നപ്പോൾ ഞങ്ങൾക്ക് മാറേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പോൾ പഠിച്ചപ്പോൾ സ്പോർട്സിൽ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ മകനാണല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ HM ഇങ്ങനെ തലയാട്ടി പറഞ്ഞ്. പക്ഷെ അന്ന് ജില്ലയിൽ കൊണ്ടുപോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ മകനെ മാറ്റി. കാരണമല്ല, ഒരു മധുര പ്രതികാരം, വ്യക്തി വൈരാഗ്യം തീർത്ത, മറ്റുള്ളവർക്ക് വേണ്ടി കോമരം തുള്ളിയ ചില നുണകൾക്കും അപവാദങ്ങൾക്കൊക്കെ ഇരയായി. പിന്നെ അതൊന്നും ചോദിക്കാനോ പ്രതികാരം ചെയ്യാനോ പോയില്ല. എൻ്റെ 2 മക്കളെ, എനിക്കിപ്പോൾ 3 മക്കളാണുള്ളത്. ഇളയത് അവർ തമ്മിൽ വയസ്സൊത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ 2 മക്കളെയും ഈശ്വര പ്രാർത്ഥനയെന്ന് വരെ മാറ്റി. നിൻ്റെ അപ്പൻ എന്തു പറഞ്ഞ്, നിൻ്റെ അപ്പം വരട്ടെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് ഈശ്വര പ്രാർത്ഥന കയറിക്കോ എന്നും പറഞ്ഞു. സ്പോർട്സിൽ നിന്ന് മാറ്റി. ജില്ലയിൽ കൊണ്ടുപോയ സെലക്ഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി വന്ന് പറഞ്ഞ കൊച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ, ഞങ്ങൾ ഒരു ബാലാവകാശ കമ്മീഷനോ ശിശുക്ഷേമ സമിതിക്കോ ഒന്നിനും പോയില്ല. കാരണം ഇനിയും അവിടെ പഠിക്കേണ്ടതല്ലേ, ഇനിയും ഇവർക്ക് പഠിക്കാനുള്ളതാണ്. ചിലരങ്ങനെ ഒതുങ്ങിക്കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ മാത്രമല്ല, നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ഞാനപ്പോൾ പിള്ളേരെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. വേഗം എനിക്കെതിരെ ആക്ഷേപങ്ങളുമായിട്ട് മറ്റൊരു ഭാഗം എൻ്റെ ആത്മീയ ഗുരുവായ പ്രശാന്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എല്ലാവരും അവമാനിക്കാൻ വേണ്ടി ഇവൻ നടക്കണേണ്, പിള്ളേരെ കൊണ്ടുപോയി ഗവൺമെൻറ് സ്കൂൾ. അച്ഛൻ എന്നോട് കണ്ടപ്പോൾ ചോദിച്ചു, എന്താടാ പിള്ളേരൊക്കെ കൊണ്ടുപോയി ഗവൺമെൻറ് സ്കൂൾ മോശമാണെന്നല്ല പറയുന്നത്, അവരെ ഇങ്ങനെ ചെയ്യുന്നതാ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ ഇത് ഒരു വാശിയും പ്രതികാരത്തിലോട്ടും പോകുന്ന സാരമില്ല, അത് തന്നെ അവിടെ നിൽക്കട്ടെ, ദൈവം നിനക്ക് സാമ്പത്തികം തരുമ്പോൾ അത് മാറ്റിക്കോളാം. 2 കൊല്ലം അവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ദൈവം തന്നെ ശക്തമായ വഴികൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ ഫീസ് ഇല്ല, വഴിയില്ല. നമ്മുടെ എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ധാരാളമുണ്ട്, വളരെ നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളെന്തിനാ കടം മേടിച്ചും ഇല്ലാത്തത് കുഴിച്ചും മറ്റുള്ളവരെ കുഴിയിലിറക്കി നിർത്തിട്ട് പിള്ളേരെ പഠിപ്പിക്കേണ്ടത്? അതിന് വഴിയുണ്ടെങ്കിൽ നോക്കിക്കോ, ഇല്ല
ഇല്ലാത്തത് കടം മേടിച്ച് ഗതികേടിലാകേണ്ട കാര്യം ഇല്ല. അങ്ങനെയുള്ളവരോട് ഒരു ഉപദേശം, അവർ തരുന്നില്ല, ഇവർ തരുന്നില്ല, അവർ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയാറുള്ള ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാണ്. ഉള്ളത് കൊണ്ട് ജീവിക്കുന്നവനെ കണ്ടില്ലെങ്കിൽ കണ്ട വഴിമാറിപ്പോയിക്കോ, അല്ലെങ്കിൽ അവൻ നിന്നെയും കൂടി വിറ്റ് കാശാക്കും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നമ്മളെപ്പോഴും പഠിപ്പിക്കണം. അവരെ ഇവരായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടോ മത്സരപ്പെടുത്തിക്കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതം ശരിയാകാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ഈ പറഞ്ഞ ഇതിനേക്കാളെല്ലാം വളരെ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പിള്ളേരെ കൊണ്ടുവന്ന് എത്തിച്ചു. അങ്ങനെ അവസാനം ദൈവം പഠിത്തത്തിലൊന്നും ഭയങ്കര പഠിപ്പിസ്റ്റുകളൊന്നുമല്ല. ഏറ്റവും ഇളയ കുട്ടി നല്ല ക്ലാസ് ആയിട്ട് പഠിക്കും. ദൈവം ഓരോരുത്തർക്കും ഓരോ വരവാണ്. അപ്പോൾ സ്പോർട്സിൽ നിന്നെല്ലാം പോയി ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളിൽ. പക്ഷേ ഇപ്പോൾ 5 നാഷണൽ, ഞാനുൾപ്പെടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് 49ാമത്തെ വയസ്സ്. ഇത് മക്കളെയാണ് ദൈവം അവരുടെ വഴി കൂടെയാണ് എന്നെയും കടത്തിക്കൊണ്ടുവന്നത്. മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ഹൈദരാബാദിൽ വെച്ച് ചാമ്പ്യൻഷിപ്പ് നേടാൻ എനിക്കും കൂടെ ദൈവം വഴിയൊരുക്കി. ക്ഷമിച്ചതിൻ്റെ ഗുണം കുടുംബത്തോടെ കിട്ടി. ഇളയ കുട്ടിക്ക് 3 കിട്ടി, മകന് 1 നാഷണൽ കിട്ടി, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം 26-ാം തീയതി കോഴിക്കോട് വെച്ച് വീണ്ടും അടുത്ത കോമ്പറ്റീഷനുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ, അത് സ്റ്റേറ്റ് ലെവലിലാണ്. അപ്പോൾ ഒത്തിരി ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ലെവല്, പവർ ലിഫ്റ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, ഇതിലെ വിവിധ ഇനങ്ങളിൽ സെപ്പറേറ്റ് ഒരുമിച്ച് നടക്കുന്നതിൽ മത്സരങ്ങളിൽ വിജയിച്ച് ഇതാ ഗോൾഡ് മെഡലുകൾ വീട്ടിലേക്ക് വന്നെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏഷ്യൻ കൺട്രീസ് രാജ്യങ്ങളുടെ മത്സരം വിയറ്റ്നാമിൽ നടന്നത് വിജയിച്ച് ആൾ നാളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. എന്നും മാത്രമല്ല 2 ഇങ്ങനെ കായിക പ്രവർത്തനങ്ങൾ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഉടമസ്ഥനാക്കി 1 വർഷത്തിനുള്ളിൽ ദൈവം ആ മകനെ ഉയർത്തി. ഒരു വഴി മുൻപിലുണ്ടായിരുന്നില്ല. ഫ്രീലാൻസായിട്ട് ഫ്ലാറ്റിലും മറ്റ് ജിമ്മുകളിൽ ട്രെയിനറായിട്ടും ഒക്കെ കക്കൂസ് മുതൽ കഴുകണം, അങ്ങേയറ്റം മുതൽ. പക്ഷേ നമ്മൾ ആരുടെയും കക്കുകയും പറിക്കുകയും കട്ടെടുക്കുകയും പറിക്കുകയും ചെയ്യാതിരുന്നാൽ മതിയെന്ന് ഞങ്ങൾ മകനോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. നല്ലോണം കഷ്ടപ്പെടും. വെളുപ്പിന് 4:30 മണിക്ക് എഴുന്നേറ്റ് പോകും, 8:30 മണി വരെ 9 മണി വരെ നിൽക്കും. എന്നിട്ട് വീണ്ടും കോളേജിൽ പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും 5:30 ജിമ്മിൽ പോകും. രാത്രി 9 വരെയും വീണ്ടും നിൽക്കും. ഒരു വിശ്രമം പോലും ഇല്ല. പക്ഷെ പിന്നീട് പിടിച്ച് കയറി ഫ്ലാറ്റുകളിലും ഫ്രീലാൻസായിട്ടും അങ്ങനെ ഐജീനെ വരെയും ട്രെയിനറായിട്ട് കുറേ നാളിപ്പോൾ അവരിവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ എന്ന് ഡോക്ടേഴ്സ് ഉണ്ട്, വലിയ ഉന്നത പദവിയിലുള്ളവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ വന്ന് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. മകനും ഇളയ കുട്ടിയും എല്ലാം ഓരോ കുടുംബത്തിൽ ഓരോരുത്തരെയും ഈ മേഖലകളിൽ ദൈവം ഇവിടെ ഇപ്പോൾ അവാർഡ് തൂക്കാൻ സ്ഥലമില്ല. അതിനും വേണ്ട അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നമുക്ക് വേദനാജനകമാണെങ്കിലും വിഷമിക്കുന്നതാണെങ്കിലും, പക്ഷേ ക്ഷമിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ക്ഷമിച്ചാൽ ദൈവം കൃപ തരും എന്ന് മാത്രമല്ല, ആ സ്കൂളിൽ നിന്ന് ഞങ്ങളെ വിഷമിപ്പിച്ച, കണ്ണീര് കുടിപ്പിച്ച, ഞങ്ങളെ തഴഞ്ഞു കളഞ്ഞ ആ പ്രിൻസിപ്പാള് അവരെന്തൊക്കെയോ കഠിനമായ വേറെന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിക്കാണും. ചിലർക്ക് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ പുറത്ത് തീർക്കാനും എസ്കേപ്പിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വചനം പോഷിക്കാൻ വരുമോ. അന്ന് ഞാനല്ല പോകേണ്ടത്, പക്ഷേ ഏതോ ഒരു അച്ഛൻ ഏറ്റിരുന്നത് സമയമായപ്പോൾ അച്ഛൻ എന്തോ തടസ്സം വന്നതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വന്ന് സഹായിക്കാമോ, ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയാണ്, അതിൽ ക്ലാസ് കൊടുക്കാമോ. അപ്പോൾ അന്ന് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു പോയത് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ ആളുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ കസേര ഇട്ടിരിക്കുന്ന വളരെ വിരലേക്ക് എണ്ണാവുന്ന, കാരണം മുൻനിരയിൽ കസേര ഇട്ടിരിക്കുന്ന അങ്ങനെ ആരുമില്ല. പക്ഷേ ഈ വ്യക്തി വല്ല രോഗം വയ്യായിക ആയിരിക്കും. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഈശ്വര പ്രാർത്ഥനയെന്ന് പുറത്താക്കി ആ സ്പോർട്സിൽ നിന്ന് ജില്ലാ സെലക്ഷൻ കിട്ടിയെന്ന് വന്ന് വീട്ടിൽ അറിയിച്ചിട്ടും ചെറിയ ആളാണ്, വലിയ കുട്ടികളെ കൂട്ടത്തിൽ വേറെ വലിയ കുട്ടീനെ അതേ ക്ലാസ്സിൽ നിന്ന് തന്നെ ആ നിലവാരത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോയി. അല്ലാതെ സ്കൂളിലെ വലിയ ക്ലാസ്സുകളിലെ കുട്ടികളെയല്ല, അങ്ങനെ കൊണ്ടുപോയി. സെൻറ്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറിയിൽ എൻ്റെ മകൻ പഠിച്ചപ്പോൾ ഇതാ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. സെൻറ്റ് ആൽബർട്ട്സിലെ പ്രിൻസിപ്പാളും ടീച്ചർമാരും കൂടി തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവനെ കൊണ്ട് വന്നിട്ട് വേണം സാറേ പോകാനെന്നും പറഞ്ഞു എന്നോട് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് വിട്ടു. അങ്ങനത്തെ പോസിറ്റീവ് അനുഭവങ്ങളുണ്ടായ വിദ്യാലയങ്ങളും ഉണ്ട്. അതുകൊണ്ട് മക്കളെ ഓർത്തോ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഭാവി ഓർത്തോ ആകുലപ്പെടുന്നതുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അതാർക്കും തടസ്സപ്പെടുത്താനായിട്ട് സാധ്യമല്ല. പക്ഷേ നമ്മൾ പ്രതികാരവും വാശിയും വെച്ച് പുലർത്തണ്ട. ഓർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ
ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കലല്ല, അത് എന്നേക്കുമായിട്ട് പൊറുക്കുകയാണ്. അനേകർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ബ്രദർ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട നിങ്ങളെ മാറ്റി നിർത്തിയതോ ആക്ഷേപിച്ചതോ ഏതുമാകട്ടെ, കരിയോയിൽ കോരി ഒഴിച്ച് അപമാനിച്ച ഒരു മനുഷ്യനെ അവസാനം പൂച്ചെണ്ട് കൊണ്ട് മൂടിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് ഓർക്കുകയാണ്. അതാ കരിയോയിൽ കോരി ഒഴിച്ച് അപമാനിച്ച് ആ പള്ളിയിൽ പിന്നെ കുറേ നാൾ ആ പള്ളിയിലേക്ക് കാലുകുത്തിയിട്ടില്ല, വേറെ പള്ളി മാറിപ്പോകുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ അദ്ദേഹത്തെ വിഷമിപ്പിച്ച് നാണം കെടുത്തി. ആരും ചോദ്യം ചെയ്തില്ല, കാരണം യുവശക്തിയുടെ കൂടെ ആൾക്കൂട്ടത്തിൻ്റെ. പക്ഷേ തിരുസഭയിലെ ഏറ്റവും വലിയ പദവി കൊടുത്ത് ദൈവം ആ മനുഷ്യനെ ഉയർത്തി. തങ്ങൾ ആരെ കരിവാരി തേച്ചോ ആ മനുഷ്യനെ അവസാനം പൂച്ചെണ്ടുകൾ കൊണ്ട് ഇടവകയും രൂപതയും സഭയും മൂടിയ അവസ്ഥകൾ എനിക്ക് നേരിട്ടറിയാം. ഞാൻ ആരുടെയും പേര് സ്ഥലവും കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാമത്തെ വാക്യം, ക്ഷമിക്കാനുള്ള അനുഗ്രഹം, പഴയകാല വിഷമങ്ങൾ മറക്കാൻ ദൈവം അനുഗ്രഹം തരും. യോസേപ്പ് പറഞ്ഞു, എൻ്റെ കഷ്ടപ്പാടും, പഴയ നിയമത്തിലെ ദേവദാസൻ ജോസഫിൻ്റെ കാര്യമാണ്, പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസേ എന്ന് വിളിച്ചു. കാരണം എന്താ, എല്ലാം മറക്കാൻ ദൈവം കൃപ നൽകി. ഒരു കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് മനാസേ എന്ന് ദൈവം പേരിട്ടു. അതൊക്കെ വിട്ട് കളഞ്ഞു. നമ്മളോ പഴയതും മുണ്ണാച്ചനും പിടിച്ചു വെക്കും, ചത്താലും ക്ഷമിക്കൂലെന്ന് പറയും. ഫലമോ ഇതെല്ലാം നമ്മുടെ തലയുടെ ഒരു വശത്തേക്ക് ഈ നെഗറ്റീവ്, ഈ വെറുപ്പ് വെച്ച് അത് തൂങ്ങി ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാത്ത രോഗങ്ങളും അസ്വസ്ഥതകളും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ ശുശ്രൂഷാ ജീവിതത്തിൽ കൗൺസിലിങ്ങിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ഡയറക്റ്റായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. തൈറോയ്ഡ് മാറിപ്പോയി, വെറുപ്പ്, ഭയങ്കര വെറുപ്പാണ് മാതാപിതാക്കളോട്, കുടുംബത്തോട് വെറുപ്പ്. തൈറോയ്ഡ് മാറിപ്പോയി, ക്യാൻസർ മാറിപ്പോയി. ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ ഉപേക്ഷിച്ച ക്യാൻസർ രോഗികൾ ഒന്നല്ല ഒട്ടനവധി ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ വിളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒത്തിരി ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, രോഗത്തോട് ക്ഷമിച്ചു, ദൈവത്തോട് ക്ഷമിച്ചു, തന്നോട് തന്നെ ക്ഷമിച്ചു, തൻ്റെ അതായത് സൈക്കോസോമാറ്റിക് ഡിസീസ്. ചുമ മാറണില്ല, ഇനി ചെയ്യാത്ത ടെസ്റ്റും കഴിക്കാത്ത മരുന്നുമില്ല. ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അത് വിട്ടുമാറാത്ത അലർജി, തുമ്മലും മാറും, കടബാധ്യതകൾ മാറും, സാമ്പത്തിക മേഖലയിൽ പ്രോഗ്രസ് കിട്ടാത്ത, അവർ തരുന്നില്ല, ഇവർ തന്നില്ല, എന്നെ പറ്റിച്ചു, ഓഹരിയാണ് തന്നപ്പോൾ അനീതി കാണിച്ചു, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ എന്ത് തന്നെന്നാ പറയുന്നത്, എന്തുണ്ടാക്കിയാന്ന് ചോദിച്ചു, നിനക്കുള്ളതെല്ലാം ഞങ്ങളുടെ മെടുക്കാണെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചു. ഇങ്ങനെയൊക്കെ വേദനിക്കുന്ന അവരോട് ആ വെറുപ്പൊക്കെ മാറ്റി ക്ഷമിച്ചു പ്രാർത്ഥിച്ചാൽ ഇനിയും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യെശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. യെശയ്യാ 43:18 ഈ വചനം വെച്ച് പ്രാർത്ഥിക്കട്ടോ. യെശയ്യാ 43:18, 1 സാമുവേൽ 24:17-20 വരെ. ശത്രുവിനെ കൊണ്ട് പോലും മാറ്റി ചിന്തിക്കും. അതുകൊണ്ട് ബലിയർപ്പിക്കാൻ വരുമ്പോൾ ക്ഷമിച്ച്, ബലിവസ്തു അവിടെ വെച്ചിട്ട് ക്ഷമിച്ചിട്ട് വരാനാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വകുർബാന ബലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയും അതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ് ക്ഷമിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ ക്ഷമിച്ച്, ഇങ്ങോട്ടുള്ളതായാലും അങ്ങോട്ടുള്ളതായാലും. ചിലർ പറയും ഇങ്ങോട്ട് വല്ലതും ഉണ്ടോ എന്നറിയില്ല, എനിക്ക് ആർക്കും ഇല്ലെന്ന് പറയും. അതൊരു തരം കൈകഴുകലാണ്. പരിശോധിച്ചാൽ ധാരാളം നമുക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കുവാനാണ്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ഇതാണ് ക്രിസ്ത്യത. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. എന്ത് മുഴയെ മുഴയും കൊച്ചും കൂടെ, മുഴ ഉള്ളതുകൊണ്ട് കൊച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞു, പക്ഷേ മുഴയും കൊച്ചും കൂടെ ഉള്ളിൽ വളർന്നത് അവർ പോലും അറിഞ്ഞില്ല. അവസാനം കൊച്ചിനെ എടുത്ത് കുറേ നാൾ കഴിഞ്ഞ് മുഴ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മുഴയും കാണാനില്ല. ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി വീണ്ടും ചെന്നപ്പോൾ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ എത്രയാണത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാർ കൊടുത്തില്ല, അവകാശം കൊടുത്തില്ല, പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ ഒരു കാക്കടയും പരുന്തിൻ്റെയും കഥ വായിച്ചിട്ടുണ്ട്. പരുന്ത് ഇങ്ങനെ ചത്ത മീനുമായിട്ട് പറക്കുമ്പോൾ കാക്കകൾ ചുറ്റും കൂടി കൊത്തിപ്പറിക്കാനും ശല്യപ്പെടുത്താനും തുടങ്ങി. അപ്പോൾ അതിനെ ഇട്ടിട്ട് രക്ഷപ്പെടുമ്പോൾ മറ്റേ പരുന്ത് വേറൊരു പരുന്തിനോട് ഈ പരുന്ത് പറഞ്ഞു, ഈ ചത്ത മീനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ പരുന്ത് പറഞ്ഞു, ചത്ത മീനല്ല, ചത്ത മീന് ജീവനുള്ളതിനെ പിടിക്കാൻ കഴിവുള്ള നീ എന്തിനാണ് ചത്തതിൻ്റെ പുറകെ പോയത്?
ചത്തതിനെ വിട്ടുപേക്ഷിച്ചപ്പോൾ അവർ നിന്നെ വിട്ടുപേക്ഷിച്ചു പോയി. അതുകൊണ്ട് ശത്രുവിന് ഇടം കൊടുക്കാതെയും എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ജീവിതകാലം മുഴുവൻ ഇതെന്താ എൻ്റെ പുറകെ വന്നത്, എന്നെ വിടാൻ പാടില്ല, ഇവരൊക്കെ എന്താ എൻ്റെ പുറകെ നടക്കണമെന്ന് പറയും. ഓർത്തോ, ജീവിതകാലം മുഴുവൻ നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഒരു വില്ലൻ ഉണ്ടാവും. കാരണം അത് നായകനാക്കി നമ്മളെ ദൈവം ഉയർത്താനുള്ള അവസ്ഥയാണ്. പുറകെ നടക്കുന്ന എന്താണെന്നും കൂടെ പറഞ്ഞു തരാം. അവർക്ക് നിന്റെ മുമ്പേ നടക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ക്ഷമ എൻ്റെ അമ്മയൊക്കെ പറയാറുള്ള ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും. ആട്ടിൻ സൂപ്പിൻ്റെ ഒന്നും അല്ല കേട്ടോ. അതായത് പണ്ടൊക്കെ ദേഹരക്ഷ കൊടുക്കും, മരുന്നൊന്നും ചികിത്സ വലിക്കാതെ വരുമ്പോൾ ദേഹരക്ഷ കൊടുത്ത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കും. അപ്പോൾ അങ്ങനെ ആൾ രക്ഷപ്പെട്ടു പോകും. എൻ്റെ അമ്മക്കൊക്കെ അതുപോലെ അമ്മേനെയൊക്കെ ആശുപത്രി കൈയൊഴിഞ്ഞ അവസ്ഥയിൽ ആങ്ങളിങ്ങനെ ആടിൻ്റെ തലയും സൂപ്പൊക്കെ ഇട്ട് കൊടുത്ത് നോക്കി അതുകൊണ്ടാണ് ജീവിച്ചിരുന്നതെന്നും പറഞ്ഞിട്ട് പറയും. അപ്പനും അമ്മയും ചെറുതായിരുന്നപ്പോൾ മരിച്ചുപോയി. പക്ഷേ മൂത്ത ആങ്ങള, ഇളയത് കുറേ ചെറുതായിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ട് ദേഹരക്ഷയൊക്കെ ചെയ്ത കാര്യമൊക്കെ അമ്മ പറയാറുണ്ട്. അപ്പോൾ അത് ആ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷമിച്ചാൽ അത്ഭുതം നടക്കും, ക്ഷമിച്ചാൽ പ്രാർത്ഥന കേൾക്കും, ക്ഷമിച്ചാൽ സ്വർഗം തുറക്കപ്പെടും. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അപ്പോസ്തലപ്രവർത്തനം 7:54 മുതൽ 57 വരെ, മത്തായി 6:12 പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെയും നമ്മുടെ പാപം ദൈവം ക്ഷമിക്കാത്തത് കൊണ്ട് പിശാചി ആധിപത്യം പുലർത്തും, അനുഗ്രഹങ്ങൾ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, നമ്മൾ ക്ഷമിക്കുന്ന അളവ് വെച്ച് നമ്മളോട് ക്ഷമിക്കാവുന്ന വല്ലതും നടക്കും. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഇതാണ്, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും, ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. അതുകൊണ്ട് ഇനി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ച് മാറ്റം വരുത്തി ഉള്ളിൽ തട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അത്ഭുതം നടക്കും. ശത്രുവിലൂടെ ദൈവം അനുഗ്രഹം കൊണ്ടുവരും. സങ്കീർത്തനം 23:5-6 ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വിരുന്നൊരുക്കും. നിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും. മകന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാഷണലൊക്കെ കിട്ടിയപ്പോൾ ഇതുകൊണ്ട് അവസാനിച്ച്, ഞങ്ങൾക്ക് ഇത്രയും വരെയൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ച്. മകന് ഇനി ഏഷ്യ പോയപ്പോഴും വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഗോൾഡ് മെഡൽ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. ഇത് വളരെ വേദനകളിലൂടെ കടന്നുപോയ വർഷങ്ങൾക്ക് മുമ്പുള്ള കായിക മേഖലയിൽ തന്നെ അവമാനം ഉണ്ടായ കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ അതേ മേഖല തന്നെ ഇന്ന് ഞങ്ങളുടെ വരുമാന മാർഗം. എന്നെ വേറെ ചിലരൊക്കെ പറയും, താൻ വലിയ ബ്രദറല്ലേ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, തനിക്ക് ബോധമില്ലേ, മസിലും വീർപ്പിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ, ഇവൻ പണിക്കൊന്നും പോകില്ല, ഈ ജിമ്മായിട്ട് നടക്കുന്ന എല്ലാം കള്ളന്മാരാണ്. ഓരോരുത്തരെയും അവരുടെ അവസ്ഥയും അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും വെച്ചാ പറയുന്നത്. അപ്പോൾ തോട്ടത്തിൽ വന്ന് തട്ടി വീണ ചെടിയൊക്കെ ഒടിച്ച് കളഞ്ഞ അന്ധൻ്റെ കഥ കേട്ടിട്ടുണ്ട്. കാരണം അന്ധന് തോട്ടമാണെന്ന് ഒന്നും അറിയില്ല, അയാൾ കയറിപ്പോയത് തോട്ടത്തിലോട്ടായിപ്പോയി. തോട്ടക്കാരൻ അടിക്കാൻ വേണ്ടി ഓടി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അന്ധനാണെന്ന്. ഇതുപോലെ തന്നെയാണ് ഓരോരുത്തർ പറയുന്നത് അവരുടെ അനുഭവം വെച്ചുകൊണ്ടാണ്. നമ്മളതൊന്നും വലിച്ച് തലയെ കയറ്റണ്ട, പറയുന്നവർ പറയട്ടെ. ദാവീദ് പറഞ്ഞ ഇതാണ്, ഷിമയി എന്ന് പറഞ്ഞവൻ ദാവീദിനെ പുറകെ നടന്ന് ശപിക്കുകയും കല്ലുമണ്ണും ഭാര്യരെയും ചീത്ത വിളിക്കുകയും ചെയ്തപ്പോഴേക്ക് ദാവീദ് പറഞ്ഞത് കർത്താവ് കൽപ്പിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കാൻ ദൈവം അവനെ വിനിയോഗിച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത തെറ്റാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ എന്നെ കൂടുതൽ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതെല്ലാം കേൾക്കാൻ ഭയങ്കര സുഖമാണ്, അല്ലെങ്കിൽ നല്ല റിസോർട്ട് തോന്നും, ഇനി പോരട്ടെ എന്ന്. പക്ഷേ ക്ഷമിക്കണമെങ്കിൽ ആര് വിചാരിക്കണം, കുതിരേനെ പിടിച്ച് തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വെള്ളം കുടിക്കണമെങ്കിൽ ആര് വിചാരിക്കണം, കുതിര തന്നെ വിചാരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ക്ഷമിച്ച വലിയ സെൻറ്ററുകളും വലിയ ശുശ്രൂഷയും ഒന്നും അന്വേഷിച്ച് തലകുത്തി മറിയേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. ലാസറിനെ ഏൽപ്പിക്കാൻ വന്നപ്പോൾ ഈശോ പറഞ്ഞ വചനം. അതുകൊണ്ട് നമ്മുടെ കെട്ടുകൾ ഇപ്പോൾ അഴിച്ചാൽ, ശത്രുവിനോട് ക്ഷമിച്ചാൽ, രമ്യതപ്പെട്ടാൽ, ശത്രുവിലൂടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവിക പ്രവൃത്തി കണ്ടാൽ, അവർ നമ്മളെ ശപിക്കുന്നത് കണ്ട്, അവർ നമ്മളെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് ദൈവം ഒരു വലിയ പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുക, അവർക്ക് വേണ്ടി നമ്മളേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. അതാ അതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കുക. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നമ്മളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവരുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു ചുമതല അവരും രക്ഷപ്പെടാൻ ഇന്നല്ലെങ്കിൽ നാളെ. ചിലത് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം, വീണ്ടും സഹനങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ പലരും ഓടി രക്ഷപ്പെടുന്നതും ഭർത്താവിൻ്റെ അടുത്ത് മുറി മാറിക്കിടക്കുന്നതും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടാത്തതും കൂടി അപ്പടിയാണ്. അങ്ങനെ പോരാ, വീണ്ടും ക്ഷമിക്കണം, വീണ്ടും
രമ്യതപ്പെടണം. അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും തരട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാം വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ഇത് ആവശ്യമുള്ള പ്രയോജനമുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷകളിൽ പങ്കുകാരാകാം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 മുതൽ 9 മണി വരെ ഗൂഗിൾ മീറ്റ് വഴി ഒരേ ലിങ്ക് തന്നെയാണ് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. സാധിക്കുമ്പോഴൊക്കെ ആദ്യകാലങ്ങളിൽ കോവിഡ് ലോക്ക്ഡൗൺ കാലങ്ങളിൽ കൊപ്പച്ചനാശ്രമത്തിലെ ബിനോലീൻ അച്ഛനും കൂടെ വന്ന് കൂട്ടത്തിൽ വചന സന്ദേശവും ആശീർവാദം എല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. എന്നാലും അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് നമുക്കുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ആഴ്ചയും 7:30 മുതൽ 9 വരെ നിങ്ങൾ വാട്സാപ്പിലൂടെ വന്നാൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി, സെയിൻറ്റ് മേരീസ് പ്രേയർ സെൻറ്റർ, വചന വഴിയെ, ഹോളി മേരി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പാലാരിവട്ടം YMCAയിൽ ഓഫ്ലൈനായുള്ള പ്രാർത്ഥന, നേരത്തെ പറഞ്ഞത് ഓൺലൈനാണ്, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7:30 മുതൽ 9 വരെ. അപ്പോൾ പാലാരിവട്ടം YMCAയിൽ മെഡിക്കൽ സെൻ്ററുടെ എതിർവശം YMCAയിൽ 1 മണി മുതൽ 4 മണി വരെ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും സാധിക്കുന്നവർ ഡയറക്റ്റായിട്ട് വന്ന് വചനം കേട്ട് അനുഗ്രഹീതരാകുക. ഇതിനകം അനേകർ കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സാക്ഷ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 36 വർഷമായിട്ട് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി. ഇതിന് പിന്നിൽ അനേകം അൽമായരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അനേകം കുടുംബങ്ങളുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പ്രാർത്ഥനയും സാക്ഷ്യവുമുള്ള ശക്തമായ ഒരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓർക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.